ഇത് ഏത് ഉസ്താദാണ് ഇയാൾ എന്താ ചെയ്യുന്നത്? പച്ചക്ക് ഇരുന്ന് ഫിത്തിന പറയല്ലേ ഇയാള്? ഇത് ഏത് കോണത്തിലെ ഉസ്താദാണ് ഇത്? ഇവന്റെ പേരെന്താ ഉസ്താദാ? ഇവൻ ആരാണ് ഉസ്താദാക്കിയത്? എന്താണ് ഇവന്റെ പേര്? ഏതാ ഈ ഫിത്തിന പറയല്ലേന്ന് മൈക്ക് പിടിച്ചിട്ട് നാട്ടാറോട് പച്ചക്ക് വേറൊരു കുടുംബത്തിനെ കുറിച്ചല്ലേ ഇയാൾ പറയുന്നത്? അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാഴ്ചക്കാരുള്ള ഒരു ഇൻഫ്ലുവൻസറാണ് തൊപ്പി എന്ന നിഹാല്. തൊപ്പിയുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഒരു ഉസ്താദിനെ വളരെ മോശം രീതിയിൽ അധിക്ഷേപകരമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ഉസ്താദുമാര് ദീനിന്റെ ദഅവത്തിന്റെ കാര്യങ്ങൾ, ആളുകൾക്ക് ധാർമ്മികത ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറയും. ആ പറയുന്നതിന്റെ പേരിൽ ഉസ്താദിനെ അധിക്ഷേപിക്കുന്ന ഒരു രീതിയിൽ മറുപടി കൊടുക്കാൻ മാത്രം തൊപ്പി ആയിട്ടുണ്ടോ? ആ വീഡിയോ വല്ലാതെ സങ്കടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും. ഈ വീഡിയോ പറയാനിടയാക്കിയത് ഹനാൻ ഷായെ കുറിച്ച് ഉസ്താദി പറഞ്ഞതാണ്. ഹനാൻ ഷായെ കുറിച്ച് ആരും മിണ്ടാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. തൊപ്പി പറഞ്ഞ വാക്കുകളൊന്ന് കേട്ടു നോക്കൂ. സോഷ്യൽ മീഡിയയിലൊക്കെ കുറിച്ച് ഉസ്താദ് പറഞ്ഞതോ? ഉസ്താദ് ഇറങ്ങിയ അപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ബ്ലോഗർ ഉണ്ട്, ഹനാൻ ഷാ. അങ്ങനെ തന്നെ ചങ്ങയുടെ പേര് മലപ്പുറംകാരനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വണ്ടി ഓടിക്കുന്ന ചങ്ങാതി ഒരു വീഡിയോ കാണിച്ചു. എന്താ കാണിച്ചെന്നെ? ആ ബ്ലോഗ് ചെയ്യുന്ന സഹോദരന്റെ വാപ്പായും ഉമ്മായും ഭയങ്കര ഉപദേശം കൊടുക്കുക. പള്ളി പോണേ, നിസ്കരിക്കണേ, നോമ്പ് പിടിക്കണേ, നന്മകൾ ചെയ്യണേ എന്നൊക്കെ ഭയങ്കര ഉപദേശ. എന്നിട്ട് മക്കള് രാത്രി പണി എന്താ? ഗാനമേളയ്ക്ക് പോകാം, ഗാനമേളയിൽ പാട്ട് പാടാൻ പോവാ, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറിയിട്ട് പാട്ട് പാടുക, സിനിമ. ഇത് ഏത് ഉസ്താദാണ് ഇയാൾ എന്താ ചെയ്യുന്നത്? പച്ചക്ക് ഇരുന്ന് ഫിത്തിന പറയല്ലേ ഇയാള്? ഇത് ഏത് കോണത്തിലെ ഉസ്താദാണ് ഇത്? ഇവന്റെ പേരെന്താ ഉസ്താദാ? ഇവൻ ആരാണ് ഉസ്താദാക്കിയത്? എന്താണ് ഇവന്റെ പേര്? ഏതാ ഈ ഫിത്തിന പറയല്ലേന്ന് മൈക്ക് പിടിച്ചിട്ട് നാട്ടാറോട് പച്ചക്ക് വേറൊരു കുടുംബത്തിനെ കുറിച്ചല്ലേ ഇയാള് പറയുന്നത്? എന്തൊരു കുന്നായ്മേന്ന് ഇയാള് പറയുന്നത്? വാട്ടവർ എന്തോ ആയിക്കോട്ടെ, അയാളൊരു ഉസ്താദല്ലേ. മൈക്കും വെച്ച് കയറി വന്നിട്ട് ഒരു മുസ്ലിം ഫാമിലി, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിൽ ഇസ്ലാമിലുള്ള ഏറ്റവും ഇതുള്ള കാര്യമാണ് ഫിത്തിന പറയുന്നത്, മനസ്സിലായി? എന്നിട്ട് ഇയാൾ ഇവിടെ ഇരുന്ന് ഫിത്തിന പറയാം, മൈക്കും പിടിച്ചിട്ട് നല്ല പബ്ലിക് ആയിട്ട്. 1000 ബാക്കി ആയിരിക്കും അത്രയും ആൾക്കാരോട് ഇയാള് ഫിത്തിന പറയാം. എന്തിന്? വ്യൂവേഴ്സ് കൂട്ടാൻ. എന്ത് അസൂയ ഇവന്മാർക്ക് വേണ്ടത്? എന്താ? ഒന്നാമത്തെ കാര്യം, മുസ്ലിം ഓഡിയൻസ് നല്ലോണം ഹനാൻ ഷാന്റെലേക്ക് ചായുന്നുണ്ട്. മൊത്തം മുസ്ലിംസ് എന്ന് പറഞ്ഞ ഒരു സാധനം തന്നെ. ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ എന്തല്ലോ വീഡിയോ ഇറക്കിനെ, ഹനാൻഷ മാർക്കറ്റ് ചെയ്യുന്നത് ഇസ്ലാമിനെയാണ് മാർക്കറ്റ് ചെയ്യുന്നതെന്ന് വരെ വീഡിയോ ഇറക്കി. കാരണം അത്രയും മുസ്ലിങ്ങള് മുസ്ലിങ്ങള് 90% ഹനാൻഷാന്റെ സപ്പോർട്ടേഴ്സ് ആയി. അപ്പൊ ഈ ഉസ്താദിനൊന്നും ജോലിയിലുണ്ടായി. അതാണ് ഈ അസൂയ കയറിയിട്ട് ഇവന്മാര് ഇറങ്ങീന്, മനസ്സിലാ? ആടുന്ന് കുറച്ച് വ്യൂസ് ഇങ്ങോട്ട് വരട്ടെ എന്ന് വെച്ചിട്ട് ഈ കോയമാറ് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഏതാണ് ഈ ഉസ്താദ്? ഇവൻ ആരുടെ ഉസ്താദ് വിളിച്ചത്? ഓരോ നാറികൾ ഇറങ്ങിക്കോളും, മൈക്കും പിടിച്ചിട്ട് മീശയും പഠിച്ച് താടിയും നീട്ടി വളർത്തിയിട്ട് ഓരോ കുണ്ടന്മാർ ഇറങ്ങിക്കോളും ഉസ്താദെന്ന് പറഞ്ഞില്ല ഒട്ടകൾ. വളരെ മോശം രീതിയിലാണ് ഹനാൻ ഷായെ കുറിച്ച് വിമർശിച്ചതിന് ഈ ഉസ്താദിനെതിരെ ഈ തൊപ്പി പറയുന്നത്. എന്ത് അടിസ്ഥാനം ഇയാൾക്ക് ഇത് പറയാന്? തൊപ്പി ആരാണ്? ഈ ഉസ്താദിനെ എടാന്ന്, അവന്ന്, കുണ്ടന്ന് എന്ത് പ്രയോഗങ്ങളാണ് ഇയാൾ നടത്തുന്നത്? എന്താണ് ഇപ്പോൾ ഉസ്താദ് ചെയ്തൊരു തെറ്റ്? ഉസ്താദ് ഒരു പൊതുവായ ഒരു കാര്യം പറഞ്ഞു. കൂട്ടത്തിലെ ഹനാൻ ഷായുടെ ഒരു പക്ഷെ അദ്ദേഹം ഹനാൻ ഷാനെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും ഹനാൻ ഷാനെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക. പേരെടുത്ത് പറയുന്നതിനോട് വിമർശനം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ പ്രകടിപ്പിക്കുന്ന ഒരു രീതി? അപ്പോൾ ഇയാളുടെ ഉള്ളിൽ, തൊപ്പിയുടെ ഉള്ളിലുള്ള മുസ്ലിം പണ്ഡിതന്മാർ അവജ്ഞ. ഒന്ന്, ഇവൻ നേരത്തെ ദർസിൽ പഠിച്ച ഒരാളാണ്. ദർസിൽ എന്തൊക്കെ മോശം അനുഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അവൻ പലപ്പോഴും പല വീഡിയോകളിലും ഈ പള്ളിയിലുള്ള ഉസ്താദുമാർ, അതൊരു ഐക്കണാണ്. ഉസ്താദുമാരുടെ കയ്യിൽ തെറ്റുകളില്ല, പാടില്ലാത്ത മാസൂമികളായ ആളുകളൊന്നുമല്ല. പക്ഷെ ഈ ഉസ്താദിനെതിരെ വളരെ മോശം രീതിയിലാണ് ഹനാൻ ഷായുടെ വിഷയത്തിൽ ഈ തൊപ്പി പ്രതികരിച്ചത്. ഒരിക്കലും നമുക്കിതിനോട് യോജിക്കാൻ പറ്റൂല. മതപണ്ഡിതരായ ആളുകൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ആദരവ് കിട്ടുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ആദരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. മറ്റു മതസ്ഥർ പോലും വളരെ റെസ്പെക്ട് ചെയ്തിട്ട് അവരോട് സംസാരിക്കുക. ഹനാൻ ഷായെ വിമർശിച്ചു എന്ന് പേരിൽ ഈ ഉസ്താദിനെ അധിക്ഷേപകരമായ രീതിയിൽ സംസാരിക്കുന്നത്. വിമർശിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ആളുകൾ, ചിന്തയുള്ള ആളുകൾ അവരുടെ ചിന്തകൾ, അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കും. അത് സ്വാഭാവികമായിട്ട് വിമർശനങ്ങളാവാം. പക്ഷെ ഇത് വിമർശനങ്ങളല്ലല്ലോ, ഇത് അധിക്ഷേപങ്ങളല്ലേ ഉള്ളത്. ഹനാൻ ഷാ പാട്ടുപാടിയതിന് ഉസ്താദിന്റെ വ്യൂവേഴ്സ് പോയത്രേ, ഉസ്താദിൻ്റെ ആരാധകർ പോയത്ര. പിന്നെ രണ്ടും എവിടെ കിടക്കണത്? ഹനാൻ ഷാ വേറെ, ഉസ്താദ് വേറെ. ഉസ്താദുമാർ നമ്മുടെ ദീനിനും ദഅവത്തിനും കാര്യങ്ങൾ പലതും പറയും, ധാർമ്മികതയ്ക്ക് വേണ്ടി പറയും. ഇപ്പം ഇന്ന് കേട്ടൊരു വാർത്ത, ഒരു വക്കീലായ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരാൾ സ്വന്തം പിതാവിനെ വെട്ടി അങ്ങോട്ട് കൊന്നു. അമ്മ ഗുരുതരമായ പരിക്കോടെ. അപ്പോൾ ഈ രീതിയിൽ മദ്യപിച്ചതാ പ്രശ്നം. അപ്പോൾ ധാർമ്മികത പറയാൻ ആളില്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് കേട്ടൊരു വാർത്തയാണ്. നമ്മുടെ ഉസ്താദുമാരും കാര്യങ്ങളൊക്കെ വളരെ വളരെ എന്താ പറയുക, മികച്ച രീതിയിൽ ധാർമ്മികതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കാൻ കുറച്ചാളുകളുണ്ട്, മതി.
നല്ലതിൻ്റെ പിന്നെ കൂടുതൽ ആളുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ കുറേ കാഴ്ചക്കാരുണ്ടെന്ന് കരുതി അല്ലെങ്കിൽ കൈയടിക്കാൻ ആളുണ്ടെന്ന് കരുതി പുതിയൊരു തലമുറ തൻ്റെ കൈവശം ഉണ്ടെന്ന് കരുതിയിട്ട് ഉസ്താദുമാരെ അധിക്ഷേപിക്കുന്ന ഒരു രീതി ഒരിക്കലും തൊപ്പി സ്വീകരിക്കരുതായിരുന്നു. ഉസ്താദുമാരെ വളരെ മോശം രീതിയിൽ പ്രതികരിച്ചത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ഉസ്താദ് ഈ പറഞ്ഞൊരു കാര്യം, ഉസ്താദ് ഒരു പക്ഷേ ഹനാൻ ഷായുടെ ആ ഒരു പേര് പറഞ്ഞതിനോട് വിയോജിപ്പൊക്കെ ഉള്ളവരുണ്ടാവാം. പക്ഷേ ഉസ്താദ് പറഞ്ഞൊരു കാര്യം എന്താണ്? ഒരു ദീനിയായ ഒരു കാര്യമാണ്. ആ ദീനിയായ ഒരു കാര്യത്തോട് തൊപ്പി സ്വീകരിച്ച ഈ ഒരു വിമർശനം നിങ്ങൾ സത്യസന്ധമാണ്, അത് ശരിയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് വിശ്വാസമില്ല. ഒരു പക്ഷേ എൻ്റെ വിവരക്കേട് കൊണ്ടായിരിക്കാം. ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ തൊപ്പിയെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. തൊപ്പി പഴയ സ്വഭാവ രീതികളിൽ നിന്നൊക്കെ മാറി ഒരുപാട് മാറ്റങ്ങളുണ്ടായി, നല്ല കുറേ ചിന്താഗതികളുണ്ട്, അല്ലെങ്കിൽ നല്ല ഒരുപാട് കാഴ്ചക്കാരുണ്ട് ഓക്കെ, അതൊക്കെ ശരിയായിരിക്കാം, അതൊന്നും നമുക്ക് പ്രശ്നമുള്ളതല്ല. ഉസ്താദിനെതിരെ പറഞ്ഞ ഈ ഒരു കാര്യത്തോട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ആ ഉസ്താദിന് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എനിക്ക് ആ ഉസ്താദിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇത് വളരെ സങ്കടം തോന്നി. തൊപ്പിയുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെയൊരു മോശം പ്രയോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ അധിക്ഷേപത്തിൽ ഇട്ടുകൊടുക്കേണ്ട ആളുകളല്ല ഈ ഉസ്താദ്. അങ്ങനെ അതിന് മാത്രം ഗുരുതരമായ തെറ്റൊന്നും ഈ ഉസ്താദ് ചെയ്തിട്ടില്ല. ഒരു പേര് അതിൽ പറഞ്ഞു എന്നുള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ ഉസ്താദിനെ അധിക്ഷേപിക്കുന്നതിനോട് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, യോജിക്കാൻ പറ്റില്ല. ഉസ്താദുമാർ പറയണം, ദീന് പറയണം, വരുന്നെങ്കിലേ ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇൻഷാ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഒരു മക്കത്തെ മംഗല്യർ ആ ഒരു പാട്ട് പാടിയിരുന്നു. ആ ഒരു പാട്ട് പാടിയപ്പോൾ പലരും പറഞ്ഞു ആ പാട്ടിൽ അതിലൊരു കമൻറ്റ് എന്നെ വല്ലാതെ സ്പർശിച്ചു. ആ കമൻറ്റിൽ പറഞ്ഞത് ഈ പാട്ടിൻ്റെ അവസാനത്തെ വരിയിൽ വളരെ മോശം വരികളാണ്, അത് ഖദീജ ബീവിയെ കുറിച്ചുള്ള പാട്ടാണോ എന്നുള്ളത്. നിങ്ങൾ ആ പാട്ടൊന്ന് കേട്ടു നോക്കി. ഇതാ ഈ പാട്ട് ഒരു അമ്പലത്തിലെ ദേശവിളക്കിന് ഒരു ഖദീജ ബീവിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വർണ്ണിച്ചൊരു പാടിയ പാട്ടാണെന്ന് പറഞ്ഞ് വ്യാപക പ്രചരണം ഉണ്ടായിരുന്നു. മാധ്യമം, മീഡിയ വൺ പോലെയുള്ള ചാനലുകളൊക്കെ വാർത്തുന്നു. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആ വീഡിയോ ഇട്ടത്. ആ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ കമൻ്റ് ഇട്ടു, ഇത് ഒരിക്കലും തെറ്റായൊരു ഇതിൻ്റെ പാട്ടിൻ്റെ വരികൾ മാഷ് കേട്ടില്ലേ? അങ്ങനെയാണ് ഞാൻ ഈ പാട്ടിനെ കുറിച്ച് അന്വേഷിച്ചത്. അപ്പോൾ ഈ ഒരു പാട്ടിൽ കുറേ പാട്ടിലല്ല പിഴവ്, എൻ്റെ വീഡിയോയിൽ എല്ലാവരും ഇട്ട വീഡിയോയിലൊക്കെ പിഴവുകളുണ്ട്. ആ പിഴവ് ചൂണ്ടിക്കാണിക്കാനാണ് ഞാനിപ്പോൾ ഒരു കാര്യങ്ങൾ പറയുന്നത്. ഈ പാട്ടിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഖദീജ ബീവിയുടെ കല്യാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കല്യാണോ, അല്ല അവരെ പുന്നാര മകൾ ഹബീബായ നബിയുടെ പുന്നാര മകൾ ഫാത്തിമ ബീവിയെ കുറിച്ച് മാത്രമൊന്നുമല്ല. സത്യത്തിൽ ഇത് വാവരെ കുറിച്ചുള്ളൊരു പാട്ടാണ്. ഇത് സാധാരണ ഈ കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ ആ മേഖലകളിലൊക്കെ, തെക്കൻ മേഖലകളിൽ സാധാരണ ദേശവിളക്കിന് പാടുന്നൊരു പാട്ടാണ്. നമ്മളിത് പുതിയൊരു തലമുറക്കാർക്ക് കേൾക്കുമ്പോഴാണ് ഇതിലെന്തോ അത്ഭുതം. ഇത് ചരിത്രവും മിത്തും പുരാവൃത്തവും കൂടി ചേർന്നുള്ള ഒരു ഗോപാലൻ എന്ന് പേരുള്ള ഒരാൾ എഴുതിയൊരു വരികളാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് വാവരെ കുറിച്ചാണ്, അല്ലാതെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചല്ല. അപ്പോൾ ഞാനിത് തിരുത്തി പറയാൻ കാരണം എന്താ വെച്ചാൽ വേറെ ആരും തിരുത്തി പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് മീഡിയ വണ്ണ് പോലും ഇത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ഏതായാലും ആ കമൻ്റ് ഇട്ട ഒരാളിനെ ചിന്തിപ്പിക്കാൻ, ഇത് അന്വേഷിക്കാൻ പ്രേരിപ്പിച്ച ഒരാൾക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ സത്യത്തിൽ ഈ ഒരു വീഡിയോക്കെതിരെ ശശികല അടക്കം രംഗത്ത് വന്നു. ദേശവിളക്കിനൊക്കെ മുസ്ലിങ്ങളുടെ പാട്ടെന്തിനാണ് പാടുന്നത്? അത്രത്തോളം അവർക്ക് ഹിന്ദുക്കളെ കുറിച്ച് പോലും അറിഞ്ഞൂടാ. ഇത് ദേശവിളക്കിൽ വാവര് എന്നുള്ള ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അയ്യപ്പനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ഈ വാവർ. വാവരുടെ ഉമ്മയുടെ പേര് ഫാത്തിമ എന്നാണ്, ഫാത്തിമയുടെ ഉമ്മയുടെ പേര് ഖദീജ എന്നുള്ളതാണ്. ഇവർ മക്കത്താണ് ജനിച്ചത്. ഇങ്ങനെ കുറേ വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ആദ്യം ഇവർ ഖദീജ ബീവി എന്ന ഖദീജ ബീവിയെ കുറിച്ച് പാടുന്നു. പിന്നെ അതിൽ എന്താ പറയുക, ചരിത്രവും മിത്തും ചേരുന്നു, പിന്നെ പുരാവൃത്തങ്ങൾ ചേരുന്നു. അങ്ങനെ പിന്നെ അത് പാടുന്നത് എവിടുന്നാണ്? തുർക്കമെനിസ്ഥാനിൽ നിന്ന് വന്ന ഈ വാവരെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. മക്കത്തെ എന്ന് പറയുന്നത് അവർ മുസ്ലിം എന്ന് പ്രയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാട്ടിൽ ഉപയോഗിച്ചൊരു വേർഡാണ് മക്കത്തെ എന്ന് പറയുന്നത്. അല്ലാതെ മക്കത്തെ ഖദീജ ബീവി എന്നുള്ള അർത്ഥത്തിലല്ല. കാരണം ഇത് വാവർ പാട്ട് എന്ന് പറയുന്നൊരു പാട്ടുണ്ട്, ശാസ്താം പാട്ട്, അമ്മാനപ്പാട്ട്, കുമ്മാട്ടിക്കളിപ്പാട്ട്, ഇങ്ങനെയുള്ള ഈ പാട്ടുകളൊക്കെ ചേർന്നിട്ടുള്ള ഒരു പുരാവൃത്തത്തിലുള്ള ഒരു പാട്ടാണിത്. എന്തായാലും ഇതൊരു മുസ്ലിം ഭക്തിഗാനമൊന്നും അല്ല, ഇത് അവർ കാലങ്ങളായിട്ട് പാടുന്ന വാവര് പാട്ടുകളാണ്. അപ്പം എന്തായാലും ആ തിരുത്താൻ, ഇതിനെ ചിന്തിപ്പിക്കാൻ പ്രേരണ നൽകുക ആ ഒരു കമൻ്റ് ഇട്ട ഒരാളോട് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. ഒരാൾ മാത്രമല്ല, ആദ്യത്തെ ഒരാളെ കമൻ്റാണ് ഞാൻ ഫസ്റ്റ് കണ്ടത്, അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമ്മളെ കയ്യിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിത് തിരുത്തു തന്നത്. വേറെ ആരും ഇത് തിരുത്തിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു ബ്ലൂ മോസ്ക് എവിടെയാണ്? തുർക്കി എന്നുള്ളതാണ് കറക്റ്റായ ഉത്തരം. എല്ലാവരും ആ ഉത്തരം എഴുതി. ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഖദീജ ബീവിയുടെ ഏറ്റവും ഇളയ മകളുടെ പേരെന്താണെന്നുള്ളതാണ്. ഹബീബായ നബിയിലും ഖദീജ ബീവിയിലും ഉണ്ടായ, ഖദീജ ബീവിക്കും നബിക്കും ഉണ്ടായ ഏറ്റവും ഇളയ മകളുടെ പേര്, അതാണത് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.